മോനെ? ചേട്ടനോ? എന്തോ പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞോ? എന്തോ മോനെ, നീ പോയിട്ട് ഇപ്പോൾ അരമണിക്കൂറല്ലേ ആയുള്ളൂ, പിന്നെന്തോ ഡ്യൂട്ടി ഇത്ര വേഗം കഴിഞ്ഞോ? അതൊന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഡ്യൂട്ടി നിൽക്കുമായിരുന്നു, അപ്പോഴത്തേക്ക് 2-3 കേസ് കിട്ടും വന്ന് അത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നു ഇവിടെ. ഇടി, നമ്മുടെ നാട്ടിലാണെങ്കിലേ 6-7 എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുണ്ടടി. ആ, നിങ്ങൾ വന്നത് കാര്യമായി, നിങ്ങളോട് കേൾക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറയാൻ വന്നത്. പിള്ളേരെ, നിങ്ങൾക്ക് അറിയോ 6-7 പറ്റി? ഇടി ശാരദ, പിള്ളേരെ സൂക്ഷിക്കണം കേട്ടോ. 6-7 ആക്കി ഇറങ്ങിയിട്ടുണ്ട്. എന്തോന്നറിയോ, എന്നിട്ട് ഇറങ്ങിയിട്ടെങ്കിൽ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാനാ പരിപാടി. പിള്ളേരെ തട്ടിക്കൊണ്ടു പോന്നോ? അയ്യോ, എന്തോ ചേട്ടാ അത്? അതാണെങ്കിൽ ഒരു പ്രത്യേക രീതിയില്ല. ആണെങ്കിൽ ഏതെങ്കിലും പിള്ളേരെ നോട്ടം ഇട്ട് വെക്കും. എന്നിട്ട് എന്താ പറയാ, ആ വീട്ടിലാണെങ്കിൽ രാത്രി ചെന്നിട്ടാണെങ്കിലേ അവിടെ ആണെങ്കിൽ ഒരു സ്റ്റാർ പോലെ എന്തോ ഒട്ടിക്കും. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ആ വീട്ടിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് ആ വീട്ടിലെ പിള്ളേരെ കൊണ്ടുപോകും. അതിപ്പോൾ വേറെ 2-3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ കേസ് കേട്ട് എനിക്കിപ്പോൾ കിട്ടി. അപ്പോൾ ആ സാധനം തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയേക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരാളുടെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ സ്റ്റാർ ആക്കി ഒട്ടിച്ചേക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർ വെച്ചാൽ ക്രിസ്മസിൻ്റെ സ്റ്റാർ വല്ലതും വന്നിരുന്ന് പിന്നെ നോക്കിയപ്പോൾ എന്തോട്ട് അവിടെ വീട്ടിലാണെങ്കിൽ ഒരു കുട്ടിയെ കാണാനില്ല. അപ്പോൾ ഞങ്ങളോട് ഇപ്പോൾ അങ്ങനെ ആ ഒരു കേസ് കേട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അന്വേഷിക്കണം കുട്ടി എവിടെ നിന്ന്. ആ 6-7 കൊണ്ടുപോയെന്ന് അങ്ങനെ അറിയിപ്പ് കിട്ടിയേക്കുന്നേ. ആ, പിന്നെ മോളെ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. സ്റ്റാർ മാത്രമല്ല, അതിന്റെ അടിയിൽ എനിക്ക് 6-7 കൂടെ എഴുതി വെച്ചേക്കും. അതാ എന്റെ ഒരു ഫോർമാറ്റ്. അമ്മടി മോളെ അച്ഛനും അമ്മേനും കൂടി ഇനി വരെ അറിയിച്ചേക്കണം കേട്ടോ. അവര് മോളെ ശ്രദ്ധിക്കാൻ തരും. ഓ, ഇതിപ്പോ എന്ത് ചെയ്യാനെന്ന് പറ. ഇനിയിപ്പോ നമ്മളിനി സ്റ്റാർ ഒട്ടിച്ചു ഇല്ലെന്നൊക്കെ നോക്കാൻ നടക്കണമല്ലോ. അത് തന്നെ ഇല്ല. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഷുവറായിട്ട് പിടിക്കുമെന്ന് പറഞ്ഞത്. എന്തോ ചെയ്യും ചേട്ടാ, നിങ്ങൾ അതിനെ ഊർജിതമായിട്ട് അന്വേഷിക്കാൻ നോക്ക്. എന്നിട്ട് ഞാനെന്നാ പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് പോട്ടെ. ഡ്യൂട്ടി ഇടയ്ക്ക് ഇങ്ങോട്ട് ഓടി വന്നത്. ഞാൻ പോട്ടെന്നാ. ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മനസ്സിലാവത്തുമില്ല, കാര്യം എന്തോന്നും വ്യക്തമാകത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് ഓടി. മക്കളെ, വെളിയിലൊക്കെ കളിക്കുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ. ആ, അതിനാ പറഞ്ഞത് വെളിയിലൊക്കെ കളിക്കാൻ പോകും സൂക്ഷിച്ചും കണ്ട് വേണമെന്ന്. 6-7 ഏതോ ഒരു വീട് കാണുന്നുണ്ട്. ആ വീട്ടിൽ കൊണ്ട് നമുക്ക് സ്റ്റാർ പൊട്ടിക്കണം. 6-7 എഴുതി വെക്കണം. ആ വീട്ടിലൊരു കൊച്ചുകുട്ടിയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വേഗം വരൂ, ആ വീട്ടുകാർ ഉണരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഒട്ടിച്ചിരിക്കണം. 6-7 ഈ ഡിസംബർ മാസം കഴിഞ്ഞായിരുന്നെങ്കിൽ എന്തൊരു തണുപ്പായത്. എനിക്കതിന് പാടത്തിറങ്ങി ഇങ്ങോട്ട് ജോലി ചെയ്യാനും വയ്യ. ഉച്ചയ്ക്കൊക്കെ നല്ല തണുപ്പുണ്ടല്ലോ. അപ്പൊ പിന്നെ രാത്രിയിലുള്ള കാര്യം പറയണോ, അത്രയ്ക്ക് തണുപ്പല്ലേ. അതാറി ഈ പാതിരാത്രിക്ക് അതുവഴി നടന്നു പോകുന്ന റോഡിൽ കൂടെ അതെന്നാ സാധനം തുള്ളി പോകുന്നത്. മനുഷ്യനൊന്നും ഇല്ലേ ഇത്? പിള്ളേരുടെ എന്തായാലും പട്ടം പുറപ്പിച്ച് പട്ടം വന്നോ പോകുന്നത്. എന്തോ ഇത് തുള്ളിയാ പോകുന്നത്, കണ്ടിട്ട് പട്ടം പോലൊക്കെ തോന്നുന്നു. എന്തോ ആന്ന് സംഭവം. അതാ അമ്മയുടെ ഒക്കെ വീണ്ടും അവിടോട്ടതല്ലേ പോകുന്നത്. അവിടെ എത്തുന്ന പരിപാടി. ഇതിനെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് കണ്ണു പിടിക്കുന്നില്ലല്ലോ. പ്രായമൊക്കെ ആയില്ല, അതായിരിക്കും. അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇത് അവിടെ കുറേ നേരം നിൽക്കുന്നു. ശരി, ആരാന്നത്? ഇപ്പൊ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇങ്ങനെയൊക്കെ വീട്ടിലോട്ട് അതല്ലേ വിഷമിച്ച് പോകുന്നത്. ഇങ്ങനെ പട്ടം ഇങ്ങനെ പറന്നു നടക്കൂ. അതെന്താണോ അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി. അമ്മണി ഇങ്ങനെയൊക്കെ പറഞ്ഞ കൊച്ചു പിള്ളേരുടെ പേര് പറഞ്ഞ വല്ല മനസ്സിലാവോ? അമ്മണി ഏതാ ഇങ്ങനെ ഏതാ? ശാരദയുടെ വീടല്ലേ അത്? അവിടെ എന്താ പരിപാടി ഉണ്ടല്ലോ. എന്തോ സംഭവം. നാളെ അവരോടങ്ങനെ ചോദിക്കാം. ഞാൻ ഇതിനെ വെറുതെ അലമുണ്ടാക്കുന്നേ. അതെന്താ പിള്ളേർ കാണിക്കുന്നേ? അതിനാ ഞാൻ പറഞ്ഞത് വല്ല വാർത്ത വല്ല വെക്കാൻ. ഈ കാർട്ടൂണൊക്കെ മാറ്റി ശരിക്കും ഇതൊന്നും കണ്ട മനസ്സിലാത്തില്ല. നിങ്ങൾ കണ്ടത് ടി വി ആണോ? അമ്മ ഞാനാണെങ്കിലേ ടെറസിന്റെ മുകളിൽ പോയിട്ടെങ്കിലേ തുണി എഴുതാൻ പോവാണേ. വാഷിംഗ് മെഷീനായി ഓണാക്കി ഇട്ടേക്കുക. പകൽ പിന്നെ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പകൽ തുണി കഴിയാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ രാത്രി കഴിയട്ടെ. കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇവിടുന്ന് ടി വി ആണോ നോക്കാം. ചോറ് കഴിച്ചിട്ട് കൂടി പോയെന്ന് ഇറച്ചി വെള്ളാണ്ട് എത്ര കഴിച്ചത്. എനിക്ക് പേടി പൊട്ടി കിടക്കാൻ 6-7 ഓർത്തിട്ട്. ഈയുടെ കുട്ടുവാന്റെ വീട്ടിലോട്ട് പോയതില്ലല്ലോ വൈകിട്ട്. എന്താ മണി മോളെ, എന്താ അച്ഛനെ വിളിച്ചത്? അവള് ചോറ് കഴിക്കുന്നേ ഉള്ളൂ മോളെ. ചോറ് കഴിച്ചിട്ട് വന്ന് കിടക്കും. അച്ഛനാണെങ്കിൽ പുറത്ത് വരെ പോയിട്ട് വരട്ടെ. കുറച്ച് വെള്ളം കുടിച്ച് ചായ കുടിച്ചിട്ട് വരട്ടെ.
അതുകൊണ്ടല്ലേ മോളെ എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ആ ജംഗ്ഷനിൽ കാണും. ഞാൻ അവരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെ വരാം. നമ്മള് കിടക്ക് കേട്ടോ, അമ്മ ഇപ്പോൾ വരും. ആഹാ, അച്ഛൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കും. ഞാൻ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞില്ല, പിന്നെന്താ ഞാനവിടെ പോയായിരുന്നു അച്ഛൻ്റെ കൂടെ. അയ്യോ അച്ഛൻ പോയില്ല, അച്ഛനെ വിളിക്കായിരുന്നു. അച്ഛാ നോക്കിയിട്ട് കാണുന്നില്ല, ചെല്ലി കൂടെ നോക്കിയിട്ട് അച്ഛനെ കാണുന്നില്ല. അച്ഛൻ എന്താ പറന്നു പോയോ? ഇതാണ് സ്റ്റാർ ഇവിടെ കൊണ്ടിട്ടത്, അമ്മയാണോ? ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു, ഡെക്കറേറ്റ് ചെയ്തില്ലായിരുന്നല്ലോ, പിന്നെ ആരും ഇവിടെ പോയി കൊണ്ട് സ്റ്റാറൊക്കെ ഇട്ടത്. നല്ല ഭംഗിയുണ്ടല്ലോ, എല്ലാം കത്തുന്നുണ്ട്. കുട്ടുമണി നീനും കൂടെ വിളിച്ചിട്ട് തന്നെ അവരെ കാണിച്ചെടുക്കാത്ത സ്റ്റാർ. ഇതെന്താ കണ്ണാടി എന്തിരിക്കുന്നേ? ഇതും ഡെക്കറേഷന്റെ ഭാഗമല്ലോ. ഇതെന്താ സംഭവം? ഇത് കണ്ടിട്ട് 6-7 പോലെ ഇരിക്കുന്നല്ലോ. അമ്മേ, അമ്മേ ഓടാ, അമ്മേ കണ്ടോ? അമ്മേ ഇങ്ങോട്ട് വാ, അമ്മേ ഓടാ. എന്തോ അമ്മണി അടുത്ത് ബഹളം വെക്കുന്നത്? ഞാൻ വരുവാ. ഞാൻ എന്റെ കൈ ഇട്ട് വരട്ടെ, കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. കൈ ഇട്ട് വരട്ടെ. എന്റെ പൊന്നമ്മണി എന്ത് പാടി കിടന്ന് ബഹളം വെക്കുന്നത്? ഞാൻ എന്താ കഴിക്കുമല്ലായിരുന്നോ? 6-7 എവിടെ? അതെന്ത് സാധനം? പെണ്ണെ നീ ഇങ്ങനെ 6-7 എന്നൊക്കെ ആലോചന നടക്കുന്നുണ്ടോ? അതിനകത്തൊക്കെ ഒന്നുമില്ല. ക്രിസ്മസിന്റെ സ്റ്റാർ നോക്കിയിട്ടുണ്ട് ഇപ്പുറത്തോ? അതിന് ആര് സ്റ്റാർ വാങ്ങിച്ചു? ഇവിടെ സ്റ്റാർ ഒന്നുമില്ലല്ലോ. ഈ പെണ്ണ് എന്തോ പറയുന്നത്? ഏത് കണ്ടി കിടക്കുന്നത്? എടി നീ എന്നിട്ട് ഫാന്റസി ലോകത്ത് തന്നെ ആയിരിക്കും. ഉറക്കം വന്നിട്ട് ആ പെണ്ണ് പിച്ചും പെയ്യണമെന്ന് പറയും. ഉടനെ ഉറങ്ങാൻ നോക്ക്. രാമേട്ട കടുപ്പത്തെ ഒരു ചായ. സന്തോഷം. പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നെ കാണാൻ പറയണമെന്ന് വിചാരിച്ചതാ. നിങ്ങളുടെയൊക്കെ ആ വീട്ടിലോട്ടാണെങ്കിലേ എന്തോ ഒരു പട്ടം പോലെ ഒരു സാധനം പറഞ്ഞു തീർന്ന് ഞാൻ കണ്ടില്ല രാത്രി കേട്ടോ. അത് പക്ഷേ എനിക്ക് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും കണ്ടു. പക്ഷേ സംഭവം പട്ടോ, പിള്ളേർ പട്ടം ഇട്ട് കളിച്ചോ എന്തോ ഞാൻ കണ്ടില്ലായിരുന്നു. ഒന്നാമത് ഇപ്പൊ ഞാൻ 6-7 എന്ന് പറഞ്ഞിട്ട് സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേരാകപ്പാടെ പേടിച്ച. മാമൻ അറിഞ്ഞോ 6-7ന്റെ കാര്യം? അയ്യോ മൊത്തത്തിൽ എല്ലാവരും പേടിച്ചിരിക്കുവോ. രാത്രിയിലൊക്കെ പുറത്തോട്ടിറങ്ങാൻ തന്നെ പേടിയാ. ഞാൻ പിന്നെ അതിന് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. എനിക്ക് അങ്ങനെ അത്ര പേടിയൊന്നും ഇല്ല. ഏതായാലും പറയാൻ പറ്റത്തില്ല മോനെ. 6-7 എന്ന് പറഞ്ഞ ആരും ഇപ്പൊ എല്ലാവരും ഇറങ്ങി. ഈ നാട്ടിലാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. പിള്ളേരെ പിടിക്കുമെന്നാണ് പറയുന്നത്. സന്തോഷം തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരുള്ളത് എൻ്റെ വീട്ടിൽ. നിങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഇല്ലയോ മറ്റേ മധുവിൻ്റെ ഒക്കെ വീട്? അവിടെയും കുട്ടികളുള്ളോ ഇല്ലയോ? ഞാൻ അവിടെ തന്നെ കണ്ടത്. നിങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ട് ഇങ്ങനെ പട്ടം പോലെ സാധനം പറയും. എനിക്കൊന്നും ഞാൻ 6-7 ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. രാമേട്ട അങ്ങനെയൊക്കെ തോന്നുന്നേ എനിക്ക്. ഓ നമ്മളിവിടെ കൊണ്ടൊന്ന് വരാൻ പോകുന്നില്ലെന്നേ. മാമ എന്നാ പെട്ടെന്ന് വീട്ടിലോട്ട് പോകും. പിള്ളേർ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ആ അത് തന്നെ പെട്ടെന്ന് ഇല്ല. ഇതെന്തോ അവിടെ രണ്ടുപേരോട് തർക്കം? ചേട്ടാ ഈ അമ്മ എന്തൊക്കെയാന്ന് പറയുന്നത്? 6-7 കണ്ടെന്നോ ഇവിടെ സ്റ്റാർ കണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നത്. ആഹാ നീ എന്തോ മോളെ പറയുന്നത്? സത്യം നോടി. സ്റ്റാറോ? ഇല്ലില്ല ഞാൻ വാങ്ങിച്ചില്ല. എന്താ സ്റ്റാർ കണ്ടോ മോള്? ചേട്ടാ അമ്മ എന്തൊക്കെ കണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വാസമൊന്നുമില്ല. എടി അമ്മണി പറയുന്നതിന് കാര്യമുണ്ട് കേട്ടോ. കവലയിലൊക്കെ ഇതാ സംസാരം. ഞാൻ കടയിൽ പോയി രാമേട്ടൻ്റെ കടയിൽ പോയത്. രാമേട്ടൻ്റെ കടയിൽ ചെന്നപ്പോൾ കുറേ പേരുണ്ട്. അവരെല്ലാവരും പറഞ്ഞു 6-7 കുറിച്ച്. പിന്നെ രാമേട്ടനാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടാണെങ്കിൽ ആ 6-7 കയറി വരുന്ന കണ്ടുപോലെ തോന്നിയെന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല ഇനി ഉള്ളതാണോ എന്റെന്നൊക്കെ. ആ പറഞ്ഞു മോളെ ഇങ്ങോട്ട് വരുന്നത് വരെ കണ്ടെന്നൊക്കെ പറഞ്ഞു. പട്ടം പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു കണ്ടാല്. പിന്നെ കിങ്ങിണിയുടെ അച്ഛനില്ലേ ഇന്നലെ എനിക്ക് വന്ന് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും. പിന്നെ വീട്ടിൽ സ്റ്റാർ ഒട്ടിക്കും. പിന്നെ ആണെങ്കിൽ അവിടെ ഒരുപാട് കേസുകെട്ടൊക്കെ ചെന്നെന്ന് പറഞ്ഞു. ആദ്യം സ്റ്റാർ ഒട്ടിച്ചിട്ടെങ്കിൽ അതിന്റെ താഴെ ആണെങ്കിൽ 6-7 എന്നൊക്കെ എഴുതി വെക്കുമെന്ന്. ഞാൻ അതുപോലെ തന്നെ കണ്ടത്. ഇവിടെ ഈ മിററിനകത്തേക്ക് സ്റ്റാർ മിററിനകത്താണെങ്കിൽ ആ 6-7 എഴുതി വെച്ചേക്കുന്നുണ്ട്. പറഞ്ഞ വിശ്വാസം ഇല്ലല്ലോ. ഞാനിത് കിങ്ങിണിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് കേട്ടേ. പിന്നെ ഇവിടെ 6-7 കണ്ടതൊക്കെ പറയട്ടെ. എന്നാ മോള് പോയി പറഞ്ഞിട്ട് വാ. യോ രാത്രി ഒന്ന് സൂക്ഷിച്ചാണ് അമ്മണി. എന്താന്ന് അറിയാലോ ചുറ്റി നടക്കുമോ ഇവിടെ 6-7. എന്താ ചേട്ടാ ഈ സാധനം 6-7? ഇടി അതൊരു ബ്രെയിൻ റോട്ടാനും പിള്ളേരെ പിടിക്കാൻ ചുറ്റി നടക്കും വന്നത്.